മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ആഡംബരത്തിന്റെ ലഹരിയിലെന്ന് ബിജെപി. പഞ്ചാബിൽ ധ്യാനത്തിനെത്തിയ കെജ്രിവാൾ 24ലധികം വാഹനങ്ങളുടെ അകമ്പടിയോടെ യാത്ര ചെയ്തതിനെ വിമർശിച്ചാണ് ബിജെപിയുടെ പ്രതികരണം. ജനങ്ങളുടെ നികുതി പണം ആം ആദ്മി പാർട്ടി ധൂർത്തടിക്കുകയാണെന്നും ബിജെപി നേതാക്കൾ വിമർശിച്ചു. 10 ദിവസത്തെ ധ്യാനത്തിനായി പഞ്ചാബിലെത്തിയ ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ 24ലധികം വാഹനങ്ങളുടെ അകമ്പടിയിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ബുള്ളറ്റ് പ്രൂഫ് ആഡംബര കാറുകൾ, ആംബുലൻസ്, പഞ്ചാബ് സർക്കാരിന്റെ വാഹനങ്ങളുമാണ് കെജ്രിവാൾ സ്വകാര്യ യാത്രയ്ക്കായി ഉപയോഗിച്ചത്. ഒപ്പം പഞ്ചാബ് പോലീസ് കമാൻഡോസും കെജ്രിവാളിനെ അനുഗമിച്ചു. ജനങ്ങളുടെ നികുതി പണം ആം ആദ്മി ധൂർത്തടിക്കുകയാണെന്നും യാതൊരു സുരക്ഷാ ഭീഷണിയും ഇല്ലാതിരുന്നിട്ടും ഇത്രയധികം വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള സ്വകാര്യ യാത്ര സാധാരണക്കാരായ ജനങ്ങളെ പരിഹസിക്കലാണെന്നും ബിജെപി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ടും കെജ്രിവാൾ ആഡംബരത്തിന്റെ ലഹരിയിലാണെന്നും ബിജെപി ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനാവല്ല പറഞ്ഞു. ऐसा क्या स्पेशल है अरविंद केजरीवाल में कि इस प्रकार की वीवीआईपी ट्रीटमेंट ले रहे हैं? डजनों गाड़ियों का कॉन्वॉय लेकर विपासना के लिए जाते हैं. यही ट्रांसफॉर्मेशन अरविंद केजरीवाल का हुआ है. स्वराज से शराब तक, अन्ना से लालू तक हम वीवीआईपी सिक्योरिटी और फैसिलिटी नहीं लेंगे से लेकर आज वीवीआईपी लाल बत्ती मानसिकता दिखाने तक. സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന കെജ്രിവാൾ വിവിഐപി സൗകര്യങ്ങളും ആഡംബരവുമില്ലാതെ പുറത്തിറങ്ങില്ലെന്ന് ആം ആദ്മിയുടെ തന്നെ രാജ്യസഭാംഗം സ്വാതി മലിവാൾ പ്രതികരിച്ചു. അതേസമയം സാധാരണ സുരക്ഷാ നടപടിയുടെ ഭാഗമായി വാഹനവ്യൂഹം തയ്യാറാക്കിയതെന്നാണ് ആം ആദ്മിയുടെ വിശദീകരണം. ജനം, ഡൽഹി.